ആഴ്ചയിൽ 2 ദിവസം അവധി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്കറിയാലോ, ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച എന്ന് വെച്ചാൽ നമുക്കൊന്നിനും തികയുന്നില്ല. ആ ഞായറാഴ്ച തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പം നമ്മളെന്താക്കി, അന്ന് തന്നെ ഒരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ബീച്ച് സൈഡിലേക്ക്, നമുക്ക് കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബീച്ചാണല്ലോ തൊട്ടടുത്ത്, ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോകുവാൻ വേണ്ടിയിട്ട്. ബീച്ച് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പീസ്ഫുള്ളിനാണ് പോകുന്നതെങ്കിൽ ഇവരുടെ കളി ഇതൊക്കെയാണ്. കുട്ടികളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വിചാരിച്ചാൽ ഇപ്പം നമുക്ക് വീട്ടുമുറ്റത്തെല്ലാം ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ആയതിനെക്കൊണ്ട് നമുക്ക് മണ്ണ് കോരി കളിക്കാനുള്ള ഒരു സ്ഥലമില്ലല്ലോ. നമ്മുടെ ബീച്ചിലായ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള കോളിഫ്ലവറും കല്ലുമ്മക്കായും എല്ലാം അങ്ങോട്ട് എത്തി. അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ ചായയും കൂടെ ആയപ്പോൾ അടിപൊളി. ഒരു ഈവനിങ് സ്നാക്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കലാപരിപാടിയിലേക്ക് കടന്നു. പട്ടം പറപ്പിക്കലാട്ടോ. കാരണം പട്ടം പറപ്പിക്കൽ നമുക്കൊരു ഫേവറേറ്റാണ്, അത് അന്നും ഇന്നും. ഇയാൾ ഇങ്ങനെ ഈ കടലിൽ മുങ്ങിത്താവണത് കാണാൻ പ്രത്യേക രസമാണ്. അത് കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഈവനിങ്. പിന്നെ നമുക്ക് ഈവനിങ്ങിൽ ഇപ്പോൾ ഈ പട്ടം പറപ്പിക്കലും കൂടി ആകുമ്പോഴേക്കും അത് ഒരു കളർഫുൾ വൈബ് തന്നെയാണ്, വേറെ തന്നെ ലെവലാണ്. പിന്നെ നമ്മൾ ഐസുരുത്തി, അത് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. കോഴിക്കോട് ബീച്ചിൽ വന്നവരാരും ഈ ഐസുരുത്തി കഴിക്കാതെ പോവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മോസോണാണ്. അപ്പോൾ അറിയാമല്ലോ, മോസോണിലെ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കോഴിക്കോട്ടുകാർക്ക് ഒരുവിധ പരിചയമായിരിക്കും അവരുടെ ബ്രോസ്റ്റ് ആണെങ്കിലും അതുപോലെ മധുഹൂത്ത് ആണെങ്കിലും. ഇറ്റ്സ് വെരി 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 ടേസ്റ്റി എന്ന് പറയാം. കാരണം ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഒരു സ്പെഷ്യൽ സീക്രട്ട് റെസിപ്പി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അവരെ എടുത്തു പറയേണ്ടത് അവരെ ഒരു സർവീസ് ആട്ടോ. അത് ഒന്നും പറയാൻ വാക്കുകളില്ല. അത്രയും അടിപൊളിയാണ് അവരുടെ സർവീസും കാര്യങ്ങളെല്ലാം. എൻ്റെ കുഞ്ഞെറീന വലിപ്പം വെക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പറയല്ലോ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവർ ആ കുട്ടിത്തവും കുറുമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രായത്തിലേ കാണാൻ പറ്റുള്ളൂ. അതായത് മോസോണ്ട് ബ്രോസ്റ്റ് എത്തി, മധുഹൂത്ത് എത്തി. നമുക്ക് എത്രയും ഒരു ടേസ്റ്റ് ഞാൻ നേരത്തെ മുന്നേയും പറഞ്ഞിട്ടുണ്ട് അവർ ആ ടേസ്റ്റിനെ പറ്റിയിട്ട്. ഓക്കെ, നമുക്ക് ആസ്വദിച്ച് കഴിച്ച് നമ്മൾ ആ ഒരു ഈവനിങ് കംപ്ലീറ്റ് ഇന്നത്തെ ദിവസം തന്നെ ഒരു കളർഫുള്ളാക്കി. ഇനി മടക്കാണ്. നൈറ്റ് റൈഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. ഒരു സൺഡേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ഭയങ്കര കളർഫുൾ ലെവലിലേക്ക് മാറ്റി.